ഹലോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് സോയ ചങ്ക്സ് നമുക്ക് എങ്ങനെ ഫ്രൈ ചെയ്ത് കഴിക്കാം എന്നുള്ളതാണ്. അപ്പോൾ ഇതാ ഞാനിവിടെ വെള്ളം വെച്ചിട്ടുണ്ട്. അതിനകത്തേക്ക് 1 ടീസ്പൂൺ ഉപ്പിട്ടിട്ടുണ്ട്. ഉപ്പ് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഈ വെള്ളം ഒന്ന് ചൂടായി വരുമ്പോഴത്തേന് നമുക്ക് അതിനകത്തേക്ക് സോയ ചങ്ക്സ് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇത് നേരത്തെ കുതിർത്ത് വെക്കുകയൊന്നും വേണ്ട, നമ്മളിങ്ങനെ തന്നെ റെഡിയാക്കി എടുക്കുന്നതായിരിക്കും നല്ലത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്തുള്ള അഴുക്കുകളും എല്ലാം ചൂടുവെള്ളത്തിൽ കിടന്ന് ഒന്ന് തിളയ്ക്കുമ്പോഴത്തേനും അതെല്ലാം പോയി കിട്ടും. പിന്നെ നന്നായിട്ട് പെട്ടെന്ന് തന്നെ അത് അതിനകത്തേക്ക് വെള്ളം അബ്സോർവായിട്ട് അതിൻ്റെ ഇതെല്ലാം നമുക്ക് പിഴിഞ്ഞ് കളയാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ഇത് ഭയങ്കര ആരോഗ്യ ഗുണമുള്ള ഒരു വിഭവമാണ്. അപ്പോൾ പക്ഷേ എണ്ണയിലാണ് നമ്മൾ ഫ്രൈ ചെയ്ത് കഴിക്കുന്നതെങ്കിലും കുട്ടികൾക്കൊക്കെ ഇതൊക്കെ കഴിക്കാത്ത കുട്ടികളുണ്ടാവും. അപ്പോൾ കുട്ടികൾക്കൊക്കെ ഇങ്ങനെ ഒന്നുണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ നല്ലതായിരിക്കും കേട്ടോ. അപ്പോൾ 4 മണി പലഹാരമായിട്ടും നമുക്ക് ഉപയോഗിക്കാം. വൈകുന്നേരം ഒരു കട്ടൻ ചായയൊക്കെ ഇട്ട് ഇതും ഫ്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ കഴിക്കാൻ എളുപ്പമാണ്. ഇങ്ങനെ കഴിച്ചുകൊണ്ടേയിരിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പം ഞാൻ എന്താ ആ ചൂടുവെള്ളത്തിൽ നിന്ന് ഇതെല്ലാം കോരി മാറ്റുന്നുണ്ട്. എന്നിട്ട് ഇനി നമ്മളിത് പച്ചവെള്ളം ഒഴിച്ചിട്ട് നമ്മൾ നല്ലോണം ഇതൊന്ന് പിഴിഞ്ഞെടുക്കണം. അത് 2-3 തവണ നന്നായിട്ടൊന്ന് പിഴിഞ്ഞെടുക്കണം കേട്ടോ. അപ്പോഴേ അതിൻ്റെ ആ ഇതെല്ലാം നല്ലപോലെ മാറി കിട്ടുള്ളൂ. എന്നിട്ട് നമ്മൾ ഇതിനകത്തേക്കാണ് മസാലക്കൂട്ടുകളെല്ലാം ചേർത്ത് ഇത് കുറേ നേരം വെക്കും കേട്ടോ. കുറച്ച് നേരം നമ്മൾ വെച്ചതിന് ശേഷം വേണം അതെടുത്ത് പൊരിക്കാനായിട്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്തേക്ക് മസാലയൊക്കെ പിടിച്ച് നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പം നമ്മളിതെല്ലാം അതേ കോരി മാറ്റിയിട്ടുണ്ട്. ഇനി അതിനകത്തേക്ക് പച്ചവെള്ളം ഒഴിച്ചിട്ട് നമ്മൾ 2-3 തവണ ഒന്ന് വാഷ് ചെയ്ത് കളഞ്ഞിട്ട് അതൊന്ന് നല്ലപോലെ അതിൻ്റെ ആ വെള്ളമൊക്കെ ഒന്ന് കളഞ്ഞ് നമ്മളത് എടുക്കുകയാണേ. അപ്പം ഞാൻ എന്താ വെള്ളമെല്ലാം റെഡിയാക്കി പിഴിഞ്ഞ് കൊണ്ടുവന്നിട്ടുണ്ട്. അതിനകത്തേക്ക് ഒരു 2 സ്പൂണോളം കാശ്മീരി മുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുക്കുന്നതോടൊപ്പം തന്നെ മല്ലിപ്പൊടി 1/2 ടീസ്പൂണേ മല്ലിപ്പൊടി ഇടുന്നുള്ളൂ. മല്ലിപ്പൊടിയും അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടിയും പിന്നെ ഗരം മസാലയും പിന്നെ അതിനോട് കുറച്ച് കുരുമുളകും കൂടി ഇടണം കേട്ടോ. എരിവിന് ആവശ്യമുള്ളതനുസരിച്ച് ഇടാം കേട്ടോ. പിന്നെ ഞാൻ എന്താ തൈരും കൂടെ ചേർക്കുന്നുണ്ട്. ഈ തൈരിനകത്ത് ഞാൻ ഉപ്പ് ചേർത്തിട്ടാണ് എടുത്തേക്കുന്നത്. അതുകൊണ്ടാണ് ഉപ്പ് കാണിക്കാഞ്ഞതിട്ടത്. അപ്പോൾ ഇതാ കൈകൊണ്ട് തന്നെ നമ്മളിത് തിരുമ്മി പിടിപ്പിക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ നല്ലതായിരിക്കും. കൈകൊണ്ട് തന്നെ തിരുമ്മി പിടിപ്പിച്ച് പെട്ടെന്ന് തന്നെ അതിനകത്തേക്ക് മസാലകൾ ഇതായിരിക്കും. നമ്മളിങ്ങനെ കൈകൊണ്ട് തിരുമ്മി പിടിപ്പിക്കുന്നത് ഇഷ്ടമില്ലാത്ത ആളുകളുണ്ട്. പക്ഷേ അങ്ങനെയല്ല, നമ്മൾ കൈകൊണ്ട് തന്നെ ഇത് തിരുമ്മി നന്നായിട്ട് അതിലേക്ക് പിടിപ്പിക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ അതിനകത്തേക്ക് സെറ്റായിക്കൊള്ളൂ കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഞാനിവിടെ എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് കുറച്ച് നേരം ഒന്ന് മാറ്റി വെക്കണം കേട്ടോ. അപ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് ഒരു ചട്ടി വെച്ചിട്ട് എണ്ണ ചൂടാക്കാനായിട്ട് വെക്കാവേ. എണ്ണ ചൂടായി വരുമ്പോൾ തന്നെ നമ്മൾ ഇതിനകത്തേക്ക് കോരി ഇട്ടതിന് ശേഷം നമ്മൾ തിരിച്ചും മറിച്ചും ഇട്ട് നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ, ആരെങ്കിലും കൂട്ടുകാർ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്കെല്ലാം ഷെയർ ചെയ്ത് കൊടുക്കണേ. അപ്പം നമ്മളിതുപോലെയുള്ള നല്ല റെസിപ്പികളൊക്കെ ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ അറിയില്ലാത്ത കുട്ടികൾക്കും പുതിയതായിട്ട് കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്ത കുട്ടികൾക്കും ബാച്ചിലേഴ്സിനും ഒക്കെ ഉപകാരപ്രദമായ വീഡിയോകളായിട്ട് വരുന്നതാണ്. അപ്പോൾ അതുകൊണ്ടിട്ട് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഇതാ ഞാനിവിടെ എല്ലാം ഫ്രൈ ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിച്ചിട്ടേച്ച് ഇതൊന്ന് വെന്ത് വരുമ്പോഴത്തേനും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിച്ചിട്ടേച്ച് നമ്മളിത് നന്നായിട്ട് വറുത്ത് കോരുവാണേ.
അപ്പോൾ ദാ ഇവിടെ ഞാനിതാ ഈ ഒരു പരുവത്തിൽ നല്ല മുരുമുരാന്നുള്ള ഫ്രൈ ആയിട്ട് എടുത്തിട്ടുണ്ട്. പിന്നെ ഇത് ചെയ്യുമ്പോൾ എപ്പോഴും ലോ ഫ്ലെയിമിലായിരിക്കണം നമ്മൾ വെച്ചേക്കാൻ. തീ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് മാത്രമേ കുക്ക് ചെയ്യുള്ളൂ, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോവും. അപ്പോൾ ഇതാ ഒരു 4 മണി പലഹാരവും പിന്നെ ആയിട്ടുള്ള ഒരു ഐറ്റമാണ് ഞാനിവിടെ റെഡിയാക്കി വെച്ചിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കുട്ടികൾക്കൊക്കെ ആണെങ്കിലും വളരെയധികം ഇഷ്ടപ്പെടും. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സപ്പോർട്ട് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായിട്ട് നമ്മൾ വീണ്ടും വരുന്നതാണ്. അതുവരേക്കും ബൈ.